ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിൽ 4ാമത്തെ വീഡിയോ ആണ്. ആൻഡ് ഇത് കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് കാരണം എന്താ വെച്ചാൽ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വന്നു ഇതിന് വേണ്ടിയിട്ട്. അതിനേക്കാളും കൂടുതൽ എഡിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അവസാനം ഞാനിത് പോയി എന്ന് തന്നെയാണ് വിചാരിച്ചത്. ഭാഗ്യത്തിന് എല്ലാം ശരിയായി വന്നു. സോ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിസ്തയുടെ തോടില്ലേ, അത് വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണ്. ഒട്ടും ചിലവൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കുറേ പിസ്തയും കുറേ ക്ഷമയും ഉണ്ടായാൽ മാത്രം മതി. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. സോ ഫസ്റ്റ് ക്രാഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പിസ്ത തോട് വെച്ചിട്ട് എങ്ങനെ ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് കാർഡ്ബോർഡിൽ നിന്നൊരു വട്ടം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം, അത് ഒരു ഓപ്ഷൻ. അതല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്കില്ലേ, കേക്കൊക്കെ മേടിക്കുമ്പോൾ കേക്കിൻ്റെ താഴെ ഒരു സാധനം ഉണ്ടാവില്ലേ, അതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ കേക്കിൻ്റെ താഴെയായിട്ടൊരു സാധനം ഉണ്ടാവും. അപ്പോൾ അതൊരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ചിട്ട് കവേർഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ കേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അലുമിനിയം ഫോയിൽ അങ്ങോട്ട് എടുത്ത് മാറ്റുക, ഇതേപോലെ ഉണ്ടാവും. നല്ലതാണ് കേട്ടോ അത്. കാരണം എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, അപ്പോൾ കാർഡ്ബോർഡിനെക്കാളും വളരെ നല്ലതാണ്. സോ കേക്കിൻ്റെ ഈ സംഗതി കിട്ടുവെച്ചാൽ ഇതായിരിക്കും ഏറ്റവും നല്ലത്. ഇൻ കേസ് ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കാർഡ്ബോർഡിൽ ഏത് ഷേപ്പാണ് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെട്ടിയെടുക്കാവുന്നതാണ്. ഒന്നില്ലെങ്കിൽ റൗണ്ട് എടുക്കാം, സ്ക്വയർ എടുക്കാം, ഹാർട്ട് ഷേപ്പ് എടുക്കാം, ഏതാച്ചോ അങ്ങനെ. അതിനുശേഷം ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചുറ്റും നമ്മൾ എടുത്തിരിക്കുന്ന കാർഡ്ബോർഡിന് ചുറ്റും, അതായത് ഈ സംഗതിയുടെ ചുറ്റും ഗ്ലൂ ഗൺ വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. അതിൻ്റെ മീതെ പിസ്ത ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആൻഡ് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗ്ലൂ ഗൺ പെട്ടെന്ന് ഉണങ്ങും, അതിനേക്കാളും മുമ്പ് ഒട്ടിച്ചെടുക്കാൻ സാധിക്കണം. അപ്പോൾ നല്ല സ്പീഡിൽ ചെയ്യണം കേട്ടോ. അതായത് ഓരോന്നോരോന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അതേപോലെ എന്നെ പോലെ കുറേ എണ്ണം ഒരുമിച്ച് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണം, കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് പെട്ടെന്ന് ചെയ്യണം. അങ്ങനെ ഒരു ലെയർ കംപ്ലീറ്റ്ലി ആയതിന് ശേഷം അതിൻ്റെ മീതെ വെക്കണം. മീതെ വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണം വെച്ചിട്ടില്ലേ, അതായത് 2 എണ്ണത്തിൻ്റെ ഇടയ്ക്കൊരു സ്പേസ് ഇല്ലേ, അതിൻ്റെ ഇടയിൽ വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു പെർഫെക്ഷനിലും നീറ്റായിട്ടും കാര്യങ്ങൾ കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ താഴെ വെച്ചിരിക്കുന്ന ലെയർ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരോ പിസ്തയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മുകളിൽ വയ്ക്കുമ്പോൾ താഴെ വെച്ചിരിക്കുന്ന 2 പിസ്തയുടെ ഇടയിലായിട്ടൊരു ഗ്യാപ്പ് ഉണ്ടാവും. അവിടെയായിട്ട് ഇതേപോലെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നീറ്റായിട്ട് കിട്ടും. ഇനി സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആയിട്ട് തേർഡ് ലെയറിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എഗെയിൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. 2 എണ്ണത്തിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ, അവിടെയായിട്ട് വെക്കാൻ ശ്രമിക്കുക. സോ അങ്ങനെ ഇതേപോലെ നമുക്ക് എത്ര പൊക്കം വേണോ പാത്രം ഇൻ ദ സെൻസ് ഈ ഓർഗനൈസറിന്, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ പിസ്ത മുകളിലേക്ക് വെക്കാവുന്നതാണ് കേട്ടോ. എൻഡ് റിസൾട്ട് നല്ല ഭംഗിയായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ മെടഞ്ഞ് വെച്ച പോലെ തോന്നും കേട്ടോ. പിസ്തയാണെന്ന് പെട്ടെന്ന് ഡെഫിനറ്റ്ലി അടുത്ത് വന്ന് ശ്രദ്ധിച്ച് നോക്കിയാലൊക്കെ മനസ്സിലാവും, പക്ഷേ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി എന്ന് വരില്ല. നല്ല രസമാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ക്ഷമ വേണം, ഒരുപാട് സമയമെടുക്കും. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഇത് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. വൺസ് ഇത് നമുക്ക് വേണ്ട രീതിയിൽ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയണത് ഇത് പെയിൻറ്റ് ചെയ്യാന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ആക്രിലിക് പെയിൻറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന കുഞ്ഞു കുപ്പിയിൽ കിട്ടുന്ന ആക്രിലിക് പെയിൻറ്റ് ഉണ്ടാവില്ല, അത് 20 രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇഷ്ടമുള്ള കളർ എടുത്ത് പെയിൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാക്കാനായിട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ബ്ലാക്ക് കളർ, അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഗോൾഡൻ കളർ വെച്ചിട്ടുള്ള ബാക്കി പെയിൻറ്റ്സിനൊക്കെ കുറച്ച് വില കുറവാണ്, 100 രൂപ 110 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. സോ അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇതേപോലെ കംപ്ലീറ്റ്ലി അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ 5 മിനിറ്റിൽ കാര്യം കഴിയും. ആൻഡ് വൺസ് ഒരു സൈഡ് ഡ്രൈ ആയി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്കും ആക്കി കൊടുക്കുക. ആൻഡ് ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇനി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ നടുക്കിൽ വെക്കാം, നമുക്ക് എന്നിട്ട് ഈ കുഞ്ഞു കുപ്പി അതൊക്കെ ഇല്ലേ, അത് വെക്കാം. ആൻഡ് ഈ മാറ്റിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഞാൻ കാർട്ടിലിടാൻ, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കും. പിന്നെ ഇതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഇങ്ങനെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ ഉപയോഗിക്കാം. എനിക്ക് ഓൾറെഡി പാത്രങ്ങളുള്ള കാരണം ഞാൻ എൻ്റെ കണ്ണാടി വെക്കാനാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രസമാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും. അടുത്ത ക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്യാൻഡിൽ ഹോൾഡർ ഇല്ലേ, ക്യാൻഡിൽസൊക്കെ ഹോൾഡ് ചെയ്യാൻ തരത്തിലുള്ളത്, അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാണാം. അതിനായിട്ട് ഞാനിവിടെ കാർഡ്ബോർഡാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്തിൻ്റെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പോ അങ്ങനെയും എടുക്കാവുന്നതാണ് കേട്ടോ. സോ ഇതെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഇത് റൗണ്ട് ഷേപ്പിൽ തന്നെ ചെയ്യണതായിരിക്കും നല്ലത്. സോ ഞാൻ ഒരു കുഞ്ഞു കാർഡ്ബോർഡ് കഷ്ണം എടുത്തിട്ട് ഒരു സാധനത്തിൻ്റെ അടപ്പ് എടുത്തിട്ട് അതിൽ റൗണ്ട് ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതല്ല, ഞാൻ നേരത്തെ ഇപ്പം വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പിലൊരു പാത്രം എടുത്തില്ലേ, അത് തന്നെ എടുത്താലും മതി, ആ പ്ലാസ്റ്റിക് പാത്രം എടുത്താലും മതി.
എങ്ങനെയാണ് നമുക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതെടുക്കാവുന്നതാണ്. ഞാൻ കുറച്ചുകൂടി ലൈറ്റ് വെയ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ കാർഡ്ബോർഡ് എടുത്തത്. ആൻഡ് ഇത് റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കാം. ഇത് റൗണ്ട് ഷേപ്പിന് വേണം നിർബന്ധമില്ല, പക്ഷെ എന്നാലും ഈ ഒരു പാറ്റേണിന് റൗണ്ട് ഷേപ്പാണ് ഏറ്റവും നല്ലത്. ഓക്കെ, സോ വൺസ് ഇത് വെട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സോറി ഫ്ലൈറ്റ് പോകുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഐ എം റിയലി സോറി. കുറേ തവണയായി ഞാനിത് നിർത്തിയിട്ട് ഫ്ലൈറ്റ് പോയതിന് ശേഷം ചെയ്യാൻ നോക്കണം, പക്ഷെ ഒരു രക്ഷയില്ല, ഫ്ലൈറ്റ് ഒരുപാടെണ്ണം പോകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ നടുവിൽ ഒരു ക്യാൻഡിൽ വെക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഏത് ക്യാൻഡിലാണോ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഏകദേശം ഒരു സ്പേസ് അറിയാൻ, അത് വെക്കാനുള്ളൊരു സ്പേസ് വേണ്ടേ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതിന് ചുറ്റും നമ്മൾ പിസ്ത വെച്ച് കൊടുക്കുകയാണ്. സോ എഗെയിൻ പിസ്ത എടുക്കുക. ഞാനിത് ഒരുപാട് കാലമായിട്ട് കൂട്ടി വെച്ചിരിക്കുന്ന പിസ്തയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു വർഷമായിട്ട് വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് എൻ്റെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചുറ്റും ഗ്ലൂ അപ്ലൈ ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. പക്ഷേ ഇതിനൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മറ്റേ പിസ്ത ഇങ്ങനെ കിടത്തിയല്ലേ വെച്ചത്, ഇതിങ്ങനെ നിവർത്തി വെക്കുക. ഓക്കെ, അങ്ങനത്തെ പാറ്റേണാണ് നമുക്ക് വേണ്ടത്. സോ ഇത് ഗ്ലൂ ഒട്ടിക്കുക, ഗ്ലൂ വയ്ക്കുക, അതിൻ്റെ മീതെ ഇതേപോലെ പിസ്തയുടെ തോട് നിവർത്തി വെക്കുക എന്നുള്ളതാണ്. സോ ഒരു റൗണ്ട് ഫുൾ ഇങ്ങനെ ചെയ്യുക, അത് കഴിഞ്ഞ് അടുത്ത റൗണ്ട് അതേപോലെ ചെയ്യുക. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂ വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഗ്ലൂ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് പിന്നെ പറിച്ചെടുക്കേണ്ടി വരും. സോ എൻ്റെ ഇപ്പോൾ ഒരു വട്ടം കഴിഞ്ഞു, ഇനി ഞാൻ അടുത്ത വട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. ആൻഡ് കംപ്ലീറ്റ് കാർഡ്ബോർഡ് കവർ ചെയ്യുന്ന വരെ ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഒരേ രീതിയിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് മാത്രമല്ല ഒരേ സൈസിലുള്ള പിസ്തകളാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും, പക്ഷെ അത് തിരഞ്ഞെടുക്കാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ അതിന് നിന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോന്ന് തമ്മിൽ കാണാൻ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്, പക്ഷെ അത് സാരമില്ല, അറ്റ് ദി എൻഡ് കുഴപ്പമുണ്ടാവില്ല. ആൻഡ് വൺസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ആക്രിലിക് പെയിൻറ്റ് വെച്ച് പെയിൻറ്റ് ചെയ്യാൻ എനിക്ക് അതിന് സമയമില്ല. അതിനേക്കാളും കൂടുതൽ സ്പ്രേ പെയിൻറ്റ് ഉള്ള കാരണം ഞാൻ സ്പ്രേ പെയിൻറ്റ് ഇടണമെന്നുള്ളൂ. ഇവിടെ സ്പ്രേ പെയിൻറ്റ് അടിച്ചതിന് ശേഷം അപ്പം തന്നെ ഞാൻ കുറച്ച് ഗ്ലിറ്റേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ആ പെയിൻറ്റിൽ അത് ഒട്ടിപ്പിടിക്കും, അതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് അത് കഴിഞ്ഞാൽ ഞാൻ ഒരു റൗണ്ടും കൂടി ഈ സ്പ്രേ പെയിൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടി ഒന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. എഗെയിൻ അതിൻ്റെ മീതെ ഒരു ലെയറും കൂടി ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ചെയ്യണത്. ആൻഡ് വൺസ് ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കുക. ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ തിരിച്ച് വയ്ക്കുക. ഓക്കെ, ബാക്കിൽ നമുക്ക് സ്പ്രേ പെയിൻറ്റ് അടിക്കേണ്ട, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഗ്ലിറ്ററൊക്കെ അങ്ങനെ പൊക്കോളും, ആൻഡ് ബാക്കിയുള്ളത് അതിൽ പറ്റി പിടിച്ചിരുന്നോളും. ഇനി എഗെയിൻ ബാക്കിലും ഞാൻ സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്, പ്ലസ് കുറച്ച് ഗ്ലിറ്ററും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഗോൾഡൻ കളറിൽ സ്പ്രേ പെയിൻറ്റിന് ഞാൻ മേടിച്ചപ്പോൾ 170 രൂപ, 170 ഉണ്ടായിരുന്നു, അങ്ങനെ അറൗണ്ട് 150 to 170 രൂപയ്ക്കാണ് ഗോൾഡൻ കളർ സ്പ്രേ പെയിൻറ്റ് മേടിച്ചത്. ആൻഡ് ഇനി നമുക്ക് ക്യാൻഡിൽ വയ്ക്കാം. നല്ല രസമാണ് ക്യാൻഡിൽ കത്തിക്കുമ്പോൾ, കാരണം ആ ഗ്ലിറ്റേഴ്സിൻ്റെ തിളക്കവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. സോ ഇതങ്ങനെ. ആൻഡ് മാറ്റിൻ്റെ കാര്യം മറക്കണ്ട, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതേപോലെ മുകളിൽ. ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു വാൾ ഡെക്കോറാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, ഇത് പിസ്ത ഷെല്ല് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യണത്. ഇതും വളരെ എളുപ്പമാണ്. ഇത് ആക്ച്വലി കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയത് ഒരെണ്ണം ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് ഇൻക്ലൂഡ് ചെയ്തത്. ഇതും കേക്കിൻ്റെ കാർഡ്ബോർഡാണ്, കേക്കിൻ്റെ അടിയിലുള്ളത്. ഇമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന് വലിയ കേക്കല്ലേ മേടിച്ചത്, അപ്പോൾ അതിൻ്റെ വന്നിട്ടുള്ള കാർഡ്ബോർഡാണിത്. ആൻഡ് അതിൽ ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മീതെ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രേ പെയിൻറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ എൻ്റെ പെയിൻറ്റിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതിന് കുറച്ച് കട്ട പിടിക്കലും ഒക്കെ ആയിട്ട് ഇത്തിരി അഭംഗി ആയതുകൊണ്ട് ഞാൻ അതിന് മീതെ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കോട്ടെങ്കിലും ഒരു പെയിൻറ്റ് കൊടുത്തതിന് ശേഷം സ്പ്രേ പെയിൻറ്റ് കൊടുക്കുക. അങ്ങനെയാണെങ്കിലാണ് നല്ല, അതായത് 1-2 കോട്ടിൽ നമുക്ക് നല്ല കളർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് കോട്ട് സ്പ്രേ പെയിൻറ്റ് നമുക്ക് അടിച്ചു കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ പിസ്തയ്ക്ക് കളർ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഓരോ പിസ്തകളെയാണ് നമ്മൾ കിളിയാക്കി മാറ്റാൻ പോണത്. സോ ഇത് പെയിൻറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ ഓരോന്നും കയ്യിൽ പിടിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഫുള്ള് കവർ ആവുള്ളൂ. പക്ഷേ അതിന് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണത് തന്നെയാണ് കേട്ടോ ബെസ്റ്റ്. പക്ഷേ അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പേപ്പറിൽ വെച്ചിട്ട് ഇതിൻ്റെ മീതെ കൂടെ ഓരോന്നിനും ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ചില സ്ഥലങ്ങളിലൊന്നും കവർ ആവില്ല, കംപ്ലീറ്റ്ലി കവർ ആവില്ല. ഞാൻ വിചാരിച്ചു ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അവസാനം നമുക്ക് കവർ ചെയ്ത് കൊടുക്കാമല്ലോ.
അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ പല കളറിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിങ്ക്, യെല്ലോ, റെഡ്, ബ്ലൂ അങ്ങനെയൊക്കെ പല കളറിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ വേറൊരു ഡിഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പെയിൻറ്റ് വേസ്റ്റായി പോവും. പക്ഷേ ഇത് കുറച്ചുകൂടി എളുപ്പമാണ്, നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഫാബ്രിക് പെയിൻറ്റിനേക്കാളും നല്ലത് ആക്രിലിക് പെയിൻറ്റാണ്. ആക്രിലിക് പെയിൻറ്റ് അഗെയിൻ ഒരു ബോട്ടിലിന് 20 രൂപയൊക്കെ ഉള്ളൂ മാക്സിമം, അതിൽ കൂടുതലില്ല. അങ്ങനെ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഫുള്ള് എത്ര പിസ്തയുടെ തോട്, അതായത് എത്ര കിളികൾ വേണോ അത്രയും പിസ്തയുടെ തോട് എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൽ പെയിൻറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഈ ഇങ്ങനത്തെ കാർഡ്ബോർഡിൽ തന്നെ വരയ്ക്കണമെന്നില്ല, നമുക്ക് ചുമരിൽ വരയ്ക്കാം. ഈ സ്വിച്ച് ബോർഡിൻ്റെ അടുത്തൊക്കെ വരയ്ക്കും. ഇത് ഭയങ്കര പോപ്പുലറായിട്ടുള്ള ക്രാഫ്റ്റാണ്. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇത് പല വേർഷൻസ് ചെയ്തിട്ടുണ്ട് പലരും. ചിലർ ഇത് മിക്കവരും ഇതിൻ്റെ എന്താണ് സ്വിച്ച് ബോർഡിൻ്റെ അടുത്ത് ഇങ്ങനെ വരയ്ക്കുകയാണ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ പെയിൻറ്റ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ പെർമനൻറ്റ് മാർക്കറില്ലേ അത് വെച്ചിട്ട് വരയ്ക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പിന്നെ പെയിൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒരു മരച്ചില്ല വരയ്ക്കുകയാണ്. റാൻഡംലി നമുക്ക് പെൻസിൽ തന്നെ വേണമെന്നില്ല, ജസ്റ്റ് റാൻഡംലി ഇങ്ങനെ വരച്ചാൽ മതിയാവും. ആൻഡ് ഇൻ കേസ് നമുക്ക് വരയ്ക്കാൻ അത്ര കോൺഫിഡൻസ് ഇല്ലെങ്കിൽ മാത്രം പെൻസിലുകൊണ്ട് ജസ്റ്റ് ഒന്ന് റാൻഡംലി വരച്ചതിന് ശേഷം അതിൻ്റെ മീതെ വരയ്ക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് അതിൻ്റെ കാർഡ്ബോർഡിൽ കാണാം ഇത്തിരി ഒരു ടെക്സ്ചർ ഉണ്ട്. അതിൻ്റെ പെയിൻറ്റ് ഒന്നാമത് ഇത്തിരി പഴയതായിരുന്നു, സെക്കൻഡ് കോട്ട് അടിച്ച പെയിൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. പിന്നെ എൻ്റെ കയ്യിൽ വേറെ കാർഡ്ബോർഡിലായിരുന്നു മാറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിൽ തന്നെ ചെയ്തു. പിന്നെ ഞാൻ ഇതൊരു ടെക്സ്ചറാക്കി മാറ്റിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അതിനൊക്കെ ഉള്ള സമയം കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു സാരില്ല, എന്തായാലും ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതേപോലെ മരത്തിൻ്റെ ചില്ലകളൊക്കെ ഇതിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. സോ ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ റാൻഡംലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് വരച്ചു കൊടുത്താൽ മതി. അതാണ് അതിൻ്റെ ബ്യൂട്ടി. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടല്ലല്ലോ എല്ലാ മരച്ചില്ലകളൊക്കെ ഇരിക്കണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാനൊരു രണ്ടാമതും അതിൻ്റെ മീതെ കൂടെ വരയ്ക്കുന്നുണ്ട്, ഒരു രണ്ടാമത്തെ കോട്ട്. സോ ദാറ്റ് നല്ല ഡാർക്ക് കളറാവാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു നല്ല ബ്ലാക്ക് കളർ ആവാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ ഈ പിസ്തയുടെ തോട് എടുത്തിട്ട് അതിന് ചുറ്റും ഫെവിക്കോൾ ഒട്ടിച്ചു കൊടുക്കുക. ലൈക്ക് ഫെവിക്കോൾ ഉള്ളതുകൊണ്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക. ഇത്രയും അധികം ഇടണമെന്നില്ല കേട്ടോ, കുറച്ചിട്ടാൽ മതി, എന്നാൽ തന്നെ ഒട്ടും. എന്നിട്ട് ഇങ്ങനെ നമ്മൾ മരച്ചില്ലയിൽ കിളികൾ ഇരിക്കണ പോലെ എവിടേക്കാണ് ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ റാൻഡമായിട്ട് അതിനെ പ്ലേസ് ചെയ്യുക. അങ്ങനെ ഇന്ന സ്ഥലത്തുനിന്നൊന്നുമില്ല, ജസ്റ്റ് റാൻഡമായിട്ട് പ്ലേസ് ചെയ്യുക. കാരണം ഇപ്പോൾ ഇതിൻ്റെ ഓറഞ്ചിൻ്റെ അവിടെ ഓറഞ്ച് പിസ്ത തോടിൽ കളർ കംപ്ലീറ്റ്ലി ആയില്ല. അങ്ങനെ 2-3 എണ്ണത്തിലൊന്നും ഇങ്ങനെ കംപ്ലീറ്റ്ലി കളർ ആയിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് ലാസ്റ്റ് ആ കളർ എടുത്തിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പം അങ്ങനെ അപ്പം ഞാൻ ജസ്റ്റ് റാൻഡംലി ഇങ്ങനെ ഇതേപോലെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി വേണ്ടത് ഇതിന് കണ്ണും ചുണ്ടും പിന്നെ വാലും വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു വരയ്ക്കാനായിട്ട്. പക്ഷേ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് എന്താ പറയുക, ഇത് നമുക്കിങ്ങനത്തെ പെയിൻറ്റിൽ അത്ര വർക്കൗട്ട് ആവണില്ല, ഇങ്ങനത്തെ ക്യാൻവാസിലും പെയിൻറ്റിലും വർക്കൗട്ട് ആവണില്ല. പക്ഷെ ചുമരിലാണെങ്കിൽ കറക്റ്റായിരിക്കും. ഓക്കെ, ചുമരിൽ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് കണ്ണുമൂക്കും ഒക്കെ വരയ്ക്കാനായിട്ട് പെർമനൻറ്റ് മാർക്കർ എടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഞാൻ പെയിൻറ്റും ബ്രഷും തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിന് ചുണ്ടും കണ്ണും വാലും ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഇതേപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഭയങ്കര എളുപ്പമാണ്. അതാ ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. പിന്നെ എല്ലാ വീട്ടിലും ചുമരിൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. അപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നമുക്ക് ചുമരിൽ വരയ്ക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാകുമ്പോൾ ഇങ്ങനത്തെ സാധാരണ കാർഡ്ബോർഡോ അല്ലെങ്കിൽ കേക്കിൻ്റെ ഇത് കിട്ടില്ലേ, അതല്ലെങ്കിൽ നമുക്ക് ക്യാൻവാസ് മേടിക്കാൻ പറ്റും. ക്യാൻവാസിന് ഒരെണ്ണത്തിന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 50 രൂപയുള്ളൂ ഇതിന് ക്യാമലിൻ്റെ ക്യാൻവാസിന്. അപ്പോൾ അത് മേടിക്കാം. അപ്പോൾ അതൊന്നും കൂടി പെർഫെക്ഷനിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കൂ കേട്ടോ. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. കഴിഞ്ഞ 2 ക്രാഫ്റ്റ് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അതെന്ന് വെച്ചാൽ ഗ്ലൂ ഗണ്ണും ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇതിപ്പോൾ ചെറിയ കുട്ടികൾക്ക് മുതൽ ചെയ്യാൻ സാധിക്കും. ആൻഡ് ദെൻ ഇത് കണ്ടിന്യൂ ചെയ്യുക കംപ്ലീറ്റ്ലി. ഇതിങ്ങനെ ചുണ്ടും കണ്ണും വാലുമൊക്കെ വരച്ചു കൊടുക്കുക. ഇതിനൊക്കെ ഞാൻ ആക്രിലിക് പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത്, ഫാബ്രിക് പെയിൻ്റ് അല്ല. ഫാബ്രിക് പെയിൻറ്റ് ആകുമ്പോൾ കാലക്രമേണ അത് പൊളിഞ്ഞു പോരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആക്രിലിക് പെയിൻറ്റ് തന്നെ മേടിക്കുക. അതായത് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ആക്രിലിക് പെയിൻറ്റാണ് നല്ലത്. ഇനി ഇതിൻ്റെ മീതെ നമുക്കൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പിസ്തയുടെ തോടിൻ്റെ മീതെ നമുക്ക് വേണമെങ്കിൽ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ക്ലിയർ നെയിൽ പോളിഷ്. അപ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഞാനൊരു കമ്പിയുടെ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ആൻഡ് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് 3ഉം എനിക്ക്
ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് പിക്ചേഴ്സ് അയച്ചു തരണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് എല്ലാ ദിവസവും ഈ മാസം വീഡിയോസ് ഉണ്ട്. 10 ദിവസം ക്രാഫ്റ്റ് വീഡിയോ ഉണ്ട്. സോ മിസ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.